മനുഷ്യൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. നേർരേഖ എപ്പിസോഡിൽ ഓണക്കാല ഓർമ്മകളിലേക്കാണ് സഞ്ചരിക്കുന്നത്. ഇത്തവണത്തെ ഓണം നമുക്കൊരു നല്ല ഓർമ്മയാണെന്ന് പറയാൻ കഴിയില്ല. നമ്മുടെ നൂറുകണക്കിന് സഹോദരങ്ങൾ പ്രകൃതി ദുരന്തത്തിൽ നഷ്ടപ്പെട്ട ഒരു വർഷമാണിത്. വയനാടും വിലങ്ങാടും സംഭവിച്ച ദുരന്തം അത് പറഞ്ഞാൽ തീരാത്തത്ര വേദനയാണ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. നമ്മളോടൊപ്പം ഈ ഓണം ആഘോഷിക്കേണ്ട ഏതാണ്ട് 500 പേര് പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇന്നും നമുക്കൊരു വ്യക്തമായ കണക്കില്ല. കാരണം അത്രയേറെ മനുഷ്യർ, നമ്മുടെ സഹോദരങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു. കോടാനുകോടി രൂപയുടെ നാശനഷ്ടമുണ്ടായി. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഓണം കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ തലത്തിലുള്ള ഓണാഘോഷങ്ങളൊന്നും ഇല്ല. പിന്നെ ഒരു രസകരമായ സംഭവം നമ്മുടെ സിനിമാ ലോകത്തുണ്ടായ പൊട്ടിത്തെറികളാണ്. നമ്മൾ സിനിമയിൽ എപ്പോഴും കാണാറുണ്ട്, നമ്മൾ ആരാധനയോടെയാണ് ഈ താരങ്ങളെയൊക്കെ മനുഷ്യർ കണ്ടിരുന്നത്. അവരുടെ ജീവിതത്തിൽ നടക്കാത്ത സ്വപ്നങ്ങളെല്ലാം നടപ്പിലാക്കുന്ന ഒരു വിഭാഗമാണ് നടന്മാർ. അവരോരോ ക്യാരക്ടറിലൂടെയും നടപ്പിലാക്കുന്ന സ്വഭാവ ശുദ്ധിയും അവരുടെ വില്ലന്മാരും എല്ലാം നമ്മുടെ മനസ്സിന് വലിയ സ്വാധീനമാണ് ഉണ്ടാക്കുക. എന്നാൽ ഈ താരങ്ങളുടെ ഒരു മോറൽ സൈഡ് തുറന്നു കാട്ടുന്ന ഒരവസ്ഥ. സിനിമയിൽ എപ്പോഴും രാഷ്ട്രീയക്കാരെ, ഈ കഥാപാത്രങ്ങൾ എപ്പോഴും മോശക്കാരായിട്ടാണ് ചിത്രീകരിക്കുക. കൂടുതലും പലതരത്തിലുള്ള വൈകൃതങ്ങൾ രാഷ്ട്രീയക്കാരെ കുറിച്ച് പറയാറുണ്ട്. സിനിമാ താരങ്ങൾ എപ്പോഴും ഒരു അടി മുന്നിലാണ് നിന്നിരുന്നത്. അവർ വരുമ്പോൾ തന്നെ ആളുകളിനെ വല്ലാതെ തടിച്ചുകൂടും, അവരെ കാണാൻ തൊടാൻ. പക്ഷേ അവരുടെ സ്വഭാവം, യഥാർത്ഥ സ്വഭാവം ഇപ്പോൾ പുറത്തു വന്നപ്പോൾ, എല്ലാവരും അങ്ങനെയാണെന്നല്ല, പക്ഷെ എന്നാലും കേൾക്കുമ്പോൾ ഒരു അറപ്പും വെറുപ്പും മനുഷ്യരുണ്ടാക്കുന്ന രീതിയിലുള്ള കഥകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ, അപ്പോൾ അതിനകത്ത് ഏറ്റവും രസകരമായ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഷ്ട്രീയക്കാരെ ഈ രീതിയിൽ ചിത്രീകരിക്കുന്ന സംവിധായകർ ഉൾപ്പെടെ വില്ലന്മാരായി മാറുന്ന ഒരു കാലവും ഈ ഓണക്കാലത്ത് ഒരു ചർച്ച ചെയ്യുകയാണ്. അങ്ങനെ ഒരു സങ്കടത്തിൻ്റെയും മറ്റൊന്ന് നമ്മൾ കണ്ട വലിയ ബിംബങ്ങൾ തകർന്നു വീഴുന്നതിൻ്റെയും ചിത്രത്തിലൂടെയാണ് ഇത്തവണത്തെ ഓണം കടന്നു പോകുന്നത്. ഈ സാഹചര്യത്തിൽ ഓണക്കാല ഓർമ്മകൾ പങ്കുവെക്കുമ്പോൾ പ്രസന്റ് കടന്നു പോകാൻ നമുക്ക് പഴയ കാലത്തേക്ക് പോകാൻ പറ്റില്ല. വളരെ പ്രഗത്ഭരായിട്ടുള്ള 3 പേർ. ഒന്ന് വളരെ സീനിയർ ആയിട്ടുള്ള, നമ്മുടെ സംസ്ഥാനത്ത് മുഴുവൻ ഏറ്റവും പ്രിയങ്കരനായ അറിയപ്പെടുന്ന CK പത്മനാഭൻ, BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റാണ്. എപ്പോഴും ചിരിക്കുന്ന മുഖമാണ്, സുന്ദരനാണ്. പിന്നെ നമ്മുടെ കൂടെ ഉള്ളത് മുൻ MLA CPM നേതാവുമായ ശ്രീ M പ്രകാശ് മാസ്റ്ററാണ്. ഒപ്പം DCCയുടെ പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്. 3 പേർക്കും നേർരേഖയിലേക്ക് സ്വാഗതം. നമുക്ക് തുടക്കം പപ്പയുടെ നിന്നായിക്കോട്ടെ, സീനിയർ മോസ്റ്റ് എന്നുള്ള നിലയ്ക്ക്. പപ്പയുടെ ആദ്യം നമുക്ക് ഈ വയനാടിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തുടങ്ങാം. നമ്മളൊരു സങ്കടകരമായ ഒരവസ്ഥയിലൂടെയാണ് ഇത്തവണത്തെ നമ്മുടെ ഓണം. ഞാനൊരു 55 വർഷം മുമ്പ് പിന്നെ ഒരു ജനസംഘത്തിൻ്റെ ഫുൾ ടൈം വർക്കർ എന്നുള്ള നിലയിൽ വയനാട് മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മേപ്പാടി പഞ്ചായത്തിൽപ്പെടുന്ന ഈ ചൂരൽമല, ഈ സ്ഥലങ്ങളിലൊക്കെ അന്ന് പോയിട്ടുണ്ട്. അന്ന് പോയത് മിക്കവാറും ആദിവാസി മേഖലകളിലാണ് അന്നേരം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഇത്ര മനോഹരമായിട്ടുള്ള ഒരു പ്രദേശം പറയില്ല. നല്ല കാടുകളും പിന്നെ പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള വളരെ പ്രകൃതി മനോഹരമായൊരു സ്ഥലമാണ്. ജനങ്ങളാണെങ്കിൽ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ചും ഈ തമിഴ്നാട്ടിൽ നിന്ന് ചായത്തോട്ടങ്ങളിൽ പണിയെടുക്കാൻ വേണ്ടി വന്ന തൊഴിലാളികൾക്ക് താമസിക്കുന്ന ഇതിന് പാടികൾ എന്നാണ് പറയാം, പാടികളും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു പച്ച ഗ്രാമമായിരുന്നു അത്. ജനങ്ങളും അതുപോലെ തന്നെ ആ ഗ്രാമീണ വിശുദ്ധി കാത്തുസൂക്ഷിക്കുന്ന വളരെ നല്ല നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യരുടെ ഒരു കേന്ദ്രമായിരുന്നു അത്. അങ്ങനെ ഒരു ഓർമ്മ എനിക്ക് അന്നത്തെ ഒരു 50-55 വർഷം മുമ്പ് ആ കാലഘട്ടത്തിൽ ഈ മേപ്പാടി ടൗണിൽ തന്നെ അവിടെ ചെറിയ ഒരു അടുത്ത് താമസിച്ച് ഈ മേഖലയിലൊക്കെ അന്ന് പോയ ഒരു ഓർമ്മ എനിക്കുണ്ട്. അത് മുഴുവനും ഒരു രാത്രി കൊണ്ട്, ഒരു രാത്രി ഇരുണ്ട് നേരം വെളുക്കുമ്പോഴത്തേനും അത് മുഴുവൻ മണ്ണിനിടയിൽ പോയി ഒരു പ്രേത പ്രദേശമായിട്ട് മാറി എന്ന് കാണുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു വേദന, അത് നമുക്ക് അടുത്ത കാലത്തൊന്നും അത് മറക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയധികം മനുഷ്യ ജീവിതങ്ങൾ അവിടെ മണ്ണിനിടയിൽ പോയി. ജീവിച്ചിരിക്കുന്ന കുറേ ആളുകൾ അവിടെ, ഈ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ, ബന്ധുക്കൾ, മക്കൾ, അതുപോലുള്ള ആളുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളുടെ ആ ഒരു വേദന, അത് നമ്മൾ ഈ മാധ്യമങ്ങളിൽ കൂടി, പ്രത്യേകിച്ചും ദൃശ്യമാധ്യമങ്ങളിൽ കൂടി അത് കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ആ വേദന നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. അതിപ്പോൾ ഓണം ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ പോകുമ്പോഴും പിന്നെ ആ വേദന നമ്മളെ അങ്ങനെ നീറി പിടിപ്പിച്ചുകൊണ്ടിരിക്കും. പ്രകാശൻ മാസ്റ്റർ വളരെ കാരണം ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടി. ഇന്നും ആരെല്ലാമാണ് മരിച്ചതെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകളും പോവുക, ഒരാൾ ബാക്കിയാകുക, വളരെ സങ്കടകരമായ ഒരനുഭവത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എങ്ങനെയാണ് ഈ ചൂരൽമലയിലും അതിന് തൊട്ടടുത്തുള്ള
ആ വെള്ളച്ചാട്ടവും ഞാൻ നേരത്തെ അവിടെ കാണാൻ പോയിരുന്നു. യഥാർത്ഥത്തിൽ കേരളത്തിലെ ഏറ്റവും പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ചൂരൽമലയും അതുപോലെ മുണ്ടക്കൈ ഗ്രാമവും. ഈ സംഭവം നടന്ന് 3-ാമത്തെ ദിവസം ഞാനിവിടെ കർഷക സംഘത്തിൻ്റെ ഒരു ചുമതലക്കാരൻ എന്നുള്ളവർക്ക് അവിടെ എത്തിയിരുന്നു. അതിദയനീയമായ കാഴ്ചയാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കാര്യങ്ങൾ സംഭവിക്കുമോ എന്ന് നമ്മളെല്ലാം സംശയിപ്പിക്കുന്ന രൂപത്തിലുള്ള സംഭവവിധികളാണ് ഈ സംഭവം നടന്ന 3-ാമത്തെ ദിവസം ഞാനിവിടെ ചെന്നപ്പോൾ കാണാൻ കഴിഞ്ഞത്. പല മേഖലകളിൽ നിന്നും പുതിയ പുതിയ ശവങ്ങൾ കെട്ടുകിട്ടുന്നതിൻ്റെ വാർത്തകൾ, അതുപോലെ മരണാസന്നരായിട്ടുള്ള ആളുകളെ അപ്പുറത്തെ ഈ നമ്മുടെ മുണ്ടക്കൈയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വടം കെട്ടി കടത്തി അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന സ്ഥിതി അതിദയനീയമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. യഥാർത്ഥത്തിൽ ഈ മനുഷ്യജീവിതത്തിൻ്റെ ഒരു നിസ്സഹായത, നശ്വരത അത് ആളുകൾ നല്ലതുപോലെ ബോധ്യപ്പെടും. സമ്പത്തും അതുപോലെ സ്വപ്നങ്ങളും ധാരാളം കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും എന്താണ് ആത്യന്തികമായി മനുഷ്യനെ കാത്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ വലിയ ചോദ്യത്തിനുള്ള ഉത്തരമാണ്. അതാണ് ഒരു നമ്മൾ മനുഷ്യജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ആഹ്ലാദിക്കാനും അതുപോലെ പ്രതിരോധിക്കാനും എതിർക്കാനും അങ്ങനെ നാനാവികാരങ്ങളാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ആ വികാരങ്ങൾ എല്ലാം ചേർന്ന് മനുഷ്യൻ്റെ ഒരു ആത്യന്തിക നില എന്താണിതെന്ന് ആരെയും ബോധ്യപ്പെടുത്തുന്ന കരളലിയിക്കുന്ന ചിത്രമാണ് യഥാർത്ഥത്തിൽ ഇവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞത്. തീർച്ചയായിട്ടും ഇന്ത്യ രാജ്യത്ത് ഇത്രയും വലിയ നിലക്കുള്ള ലാൻഡ് സ്ലൈഡ് വരെ ഉണ്ടായിട്ടില്ല. ഇത്രയും ഏറെ പേർ നഷ്ടപ്പെട്ടിട്ടുള്ള മനുഷ്യജീവൻ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. തീർച്ചയായും ഈ പാരിസ്ഥിതികമായ ആഘാതം നമ്മൾ മനുഷ്യനിർമ്മിതമായ പാരിസ്ഥിതികമായ ആഘാതത്തിൻ്റെയും മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ടതിന് നശ്വരതയെയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന ഏറ്റവും വലിയൊരു സംഭവമായിട്ടാണ് ഈ സംഭവത്തെ എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. തീർച്ചയായും നമ്മുടെ ഓണത്തിൻ്റെ പ്രഭ അത് വല്ലാതെ കെടുത്തിയിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. തിരിച്ചു വരാം. ശ്രീ മാർട്ടിൻ ജോർജ്, ഈ വയനാട് സംഭവവുമായി ബന്ധപ്പെട്ട് സത്യത്തിൽ ഒരു രാത്രി കൊണ്ട് ഉണ്ടായ ആ സംഭവം വാസ്തവത്തിൽ മനുഷ്യ മനസ്സുകൾ വിറങ്ങലിച്ച് നിൽക്കുക. കുടുംബത്തിലെ എല്ലാവരും നഷ്ടപ്പെട്ടവർ, ഉറ്റമിത്രങ്ങൾ നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരുപാട് ദയനീയമായ വളരെ ദുഃഖകരമായ സംഭവം. അതിലെല്ലാം ഉപരി അവിടെയുള്ളൊരു സ്കൂള്, ആ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ, ആ കുട്ടികളിൽ എത്ര പേര് ബാക്കിയുണ്ട്, ഇനി ആ സ്കൂളിൽ എത്ര പേര് പുതുതായി വരുമ്പോൾ എത്ര പേരുണ്ടാകും എന്നുള്ളതെല്ലാം ആ ഒരു വാസ്തവത്തിൽ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ആ ദാരുണമായ സംഭവം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഈ കേരള മനസ്സ് മാത്രമല്ല, ഇന്ത്യ മാത്രമല്ല, ലോകത്ത് തന്നെ ഉണ്ടായ ഏറ്റവും വലിയ ദാരുണമായ സംഭവമായിട്ട് തന്നെ നമ്മളതിനെ കാണേണ്ടിയിരിക്കുന്നു. ഈ അവസരത്തിൽ വാസ്തവത്തിൽ അതിൻ്റെ പശ്ചാത്തലം പഠിച്ച് ഇത്തരം സാഹചര്യങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതിനെക്കുറിച്ച് വസ്തുനിഷ്ഠമായി പഠിക്കുകയും അതിന് കൃത്യമായ ഒരു ധാരണയിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ സംഭവം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഓണാവകാശ പരിപാടികളിൽ വലിയ അത് സത്യത്തിൽ നമുക്കത് ആഘോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു സംഭവം എന്ത് വന്നാലും കടന്നു വരും. കാരണം നമുക്ക് ഈ അടുത്ത കാലത്തൊന്നും ഇത് മറക്കാൻ പെട്ടെന്ന് മാഞ്ഞു പോകുന്ന ഒരു സംഭവമല്ല ഇത്. അത്രമാത്രമാണ്. ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ കുട്ടികളുടെയൊക്കെ ആ സ്കൂളുകളിൽ വലിയ ഒരു ചെറിയ കുട്ടികളുടെ കാഴ്ചകളൊക്കെ നമ്മൾ എന്തായാലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ കാലങ്ങൾ വേണ്ടി വരുമെന്നാണ് എൻ്റെ ശ്രീ പൊപ്പേട്ട. ഇതിൻ്റെ ഒരു സങ്കടം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇത് നഷ്ടപ്പെട്ട് കഴിഞ്ഞു, നമ്മൾ ഓണം ആഘോഷിക്കാൻ പോവുകയാണ്. അവിടെ ഒരു പുനരധിവാസം വലിയ രീതിയിലുള്ള പ്രക്രിയകളാണ് നടക്കുന്നത്. അതൊക്കെ ഈ പറഞ്ഞ പ്രകാരം പൂർത്തിയാക്കി അവരെ ഒരു സ്വസ്ഥമായ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതിൻ്റെ ഒരു കടമ്പകളെ എങ്ങനെയാണ് താങ്കൾ നിരീക്ഷിക്കുന്നത്? ഈ പുനരധിവാസ പ്രവർത്തനത്തെ സംബന്ധിച്ച് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റും അതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റുമെല്ലാം പലതരത്തിലുള്ള പദ്ധതികളും തയ്യാറാക്കി അതിന് ഒരു തുടക്കം കുറിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇത്തവണ കണ്ടത് സർക്കാർ പുറമേ ഉള്ള സന്നദ്ധ സംഘടനകൾ അവരുടെ ഒരു വലിയ തരത്തിലുള്ള സഹായ ഹസ്തം ഇവിടത്തേക്ക് നീണ്ടു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ഈ പുതിയ കാലഘട്ടത്തിൻ്റെ മനുഷ്യപ്രകൃതത്തിൻ്റെ അതിൻ്റെ വികൃതിയെക്കുറിച്ച് പറയാറുണ്ടെങ്കിലും ഈ ദുരന്തങ്ങളൊക്കെ ഉണ്ടായിക്കഴിയുമ്പോൾ ലോകത്തിലെ എല്ലാ ഭാഗത്തു നിന്നും മനുഷ്യൻ്റെ ഈ നന്മ അത് ഉണർന്ന് ഒഴുകിയെത്തുന്നത് കാണുന്നുണ്ട്. അതൊരു ആശ്വാസമാണ്. നമ്മളെപ്പോലെ ഇന്നത്തെ ഈ കരാളമായ
ഒരു വിദ്വേഷത്തിൻ്റെ, സ്പർദ്ധതയുടെ, എതിർപ്പിൻ്റെ ഒക്കെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് വലിയ ഒരു ആശ്വാസം നൽകുന്ന ഒരു സംഭവമാണ് നാം കാണുന്നത്. പുനരധിവാസ പ്രവർത്തനം യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തി പൂർത്തീകരിക്കണം. ഈ വാഗ്ദാനങ്ങളും ധാരാളം ഉണ്ടെങ്കിലും വാഗ്ദാനങ്ങളൊക്കെ ഒരു കടലാസ് രേഖകളായിട്ട് അങ്ങനെ നിൽക്കാതെ അത് പ്രാവർത്തികമാക്കി ആളുകൾക്ക് ഒരു അന്തസ്സുള്ള ജീവിതം തിരിച്ചു കൊടുക്കാൻ കഴിയുന്ന തരത്തിലായിരിക്കണം ഈ പുനരധിവാസ പ്രവർത്തനം. നാമമാത്രമായി അവിടെയും ഇവിടെയും ഒക്കെ ഇപ്പം തന്നെ നമ്മുടെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ കഴിയുന്ന ആളുകൾക്ക് വലിയ വീടുകളിലൊക്കെ വലിയ അർഹതയോടുകൂടി വലിയ സുഖസൗകര്യങ്ങളോടുകൂടി ജീവിച്ചിരുന്ന കുടുംബങ്ങളൊക്കെ പിന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് കഴിഞ്ഞു കൂടുകയാണ്. അവർക്ക് തിരിച്ച് പോകണം, തിരിച്ചവർക്ക് സ്വന്തമായിട്ടുള്ള വീടുകൾ വേണം. സ്വന്തമായ വീടുകൾ എന്ന് പറയുന്നത് ഈ ലക്ഷംപൂര് കോളനി പോലെയുള്ള കോളനിയല്ല ഞാൻ പറയുന്നത്. ഒരു അന്തസ്സായിട്ട് ജീവിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പിന്നെ വീടുകളൊക്കെ നിർമ്മിച്ച് അവരെ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് എത്തിക്കണം. കുട്ടികളുടെ പഠനം ഉണ്ട്, പിന്നെ തൊഴിലിൻ്റെ പ്രശ്നങ്ങളുണ്ട്. തൊഴിൽ നഷ്ടപ്പെട്ട ആളുകളുണ്ട്, വരുമാനമില്ലാത്ത ആളുകളുണ്ട്. ഇതൊക്കെ കൂടി പൂർത്തിയാക്കി വരുമ്പോഴത്തേക്ക് സമയമെടുക്കും. നമ്മളത് ഉദ്ദേശിച്ച രീതിയിൽ ഒരു വളരെ പെട്ടെന്ന് തന്നെ ഒരു ഷീറ്റ് വെച്ച് കെട്ടിയിട്ട് ഉണ്ടാക്കുന്ന രീതിയിലല്ല. അതിന് അതൊരു യുദ്ധകാലാടിസ്ഥാനത്തിൽ അത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളും സന്നദ്ധ സംഘടനകളുമെല്ലാം വളരെ യോജിച്ചുകൊണ്ട് ആ പ്രവർത്തനം നടത്തി പൂർത്തിയാക്കണമെന്നാണ് എൻ്റെ. യഥാർത്ഥത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിലാണ് അവിടുത്തെ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവിടെ ഈ ദുരിതാശ്വാസ ക്യാമ്പിലുള്ള മിക്കവാറും എല്ലാവരെയും വ്യത്യസ്തമായിട്ടുള്ള വാടക വീടുകളിലേക്ക് മാറ്റി കുടുംബാടിസ്ഥാനത്തിലാണ് മാറ്റുന്നത്, മറ്റു കൂട്ടായിട്ടല്ല. അതുപോലെ തന്നെ അവരെ പുനരധിവസിപ്പിക്കാൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് ഒരു ടൗൺഷിപ്പ് നിർമ്മിച്ചുകൊണ്ടാണ് എന്നുള്ള കാര്യം മുഖ്യമന്ത്രി തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട്. മാത്രമല്ല സെപ്പറേറ്റ് വീടുകൾ തന്നെയാണ്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള അതെ, സ്കൂളുകൾ തുറന്നു കഴിഞ്ഞു, ഇതിനകം തന്നെ തുറന്നിട്ടുണ്ട്. അതുപോലെ ജീവിക്കാൻ വേണ്ടി പറ്റാവുന്ന രൂപത്തിൽ ഒരാൾക്ക് ഒരു ദിവസം 300 രൂപ ഈ വീടുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് അലവൻസായി കൊടുക്കുന്നുണ്ട്. വാടകയെല്ലാം ഗവൺമെൻറ് കൊടുക്കുന്നു, ആവശ്യമായ സഹായങ്ങളെല്ലാം ചെയ്യുന്നു. അത്രയും വേഗത്തിൽ അവരെ ഇപ്പോൾ 17 കുടുംബങ്ങൾ സമ്പൂർണ്ണമായി ഇല്ലാതായി പോയി, ഒരു മനുഷ്യൻ പോലും ബാക്കിയില്ല. അവരെ നമുക്ക് കൃത്യമായി കാര്യങ്ങൾ നടക്കുക. അതിൽ എനിക്ക് പപ്പാട്ടിനോടൊരു ചെറിയ അഭിപ്രായം, നമ്മുടെ ഈ കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് ഒരു കാര്യമായ സഹായം ചെയ്യിക്കുന്നത് ദേശീയ ആ ഡിമാൻഡ് നമ്മൾ വെച്ചിട്ടുണ്ട്. ആ ഡിമാൻഡിനേക്കാളേറെ കേന്ദ്ര ഗവൺമെന്റ് കൂടി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇവിടെ വന്നു, വലിയ കാര്യമാണ് തിരക്കുകൾക്കെല്ലാം കൂടി ഇതിലൂടെ വന്നെത്തി എന്നുള്ളത്. അപ്പോൾ അതിനൊത്ത നിലക്കുള്ളൊരു സഹായം പപ്പട്ടിനൊക്കെ വലിയ നിലക്ക് സ്വാധീനമുള്ള ഒരാളാണ് ഈ പറയുന്ന നിലവിലുള്ള കേന്ദ്ര ഗവൺമെന്റ്. ഒരു വലിയ സഹായം ഉണ്ടാവണമെന്നാണ്. അതിനുള്ള സാധ്യത എത്രമാത്രം ഉണ്ട്? ഇതുവരെ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. ഇതിന് ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ, എല്ലാത്തിനും ഒരു നിയമമുണ്ട്, വ്യവസ്ഥയുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഇവിടെ വന്നു, ഉദ്ദേശിച്ചതിനേക്കാൾ എത്രയോ സമയം ചെലവഴിച്ചു, പിന്നെ ചർച്ചകളൊക്കെ നടത്തി, എല്ലാവരും അത് അംഗീകരിച്ചു കഴിഞ്ഞ കാര്യമാണ്. അതിനുശേഷം ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടു, നമ്മുടെ ആവശ്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ സമഗ്രമായിട്ട് അദ്ദേഹം റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ആ പ്രധാനമന്ത്രി വന്ന ദിവസം തന്നെ നമ്മുടെ വിരമിച്ച ചീഫ് സെക്രട്ടറി വേണു അദ്ദേഹം വളരെ ഊർജ്ജസ്വലമായിട്ട് ഒരു ഇത്ര കെട്ട് ഫയലും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അതൊക്കെ കൃത്യമായിട്ട് തന്നെ അദ്ദേഹം അത് അവതരിപ്പിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ അത് ആ പ്രവൃത്തി നടന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പം പോയി പ്രധാനമന്ത്രിയെ കണ്ട് ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് അദ്ദേഹം നമ്മുടെ ആവശ്യങ്ങൾ അദ്ദേഹം പ്രധാനമന്ത്രിയോട് സമർപ്പിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള പിന്നെ നടപടികൾ ഉണ്ടാകുന്നതിനാണ് തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിപ്പോൾ ഈ പുനരധിവാസ പ്രക്രിയകൾ അതിൻ്റെ രീതിയിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ക്രമമായിട്ട് നടന്നു വരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് പേര് ഒരുപാട് രീതിയിലുള്ള സഹായ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. ആ സഹായ വാഗ്ദാനങ്ങൾ നൽകിയവരെല്ലാം കോർഡിനേറ്റ് ചെയ്ത് എല്ലാവരും പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞവരുണ്ട്, പൈസ കൊടുക്കാന്ന് പറഞ്ഞവരുണ്ട്, വീട് കൊടുക്കാന്ന് പറഞ്ഞവരുണ്ട്. ഇവരെല്ലാവരും ആരാണ് എന്താണെന്നൊരു വ്യക്തത ഉണ്ടാകണം. അതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് കൃത്യമായി പെട്ടെന്ന് അവർക്ക് ഇതിവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ താമസിക്കാൻ സൗകര്യപ്രദമായ തന്നെ വീട്. ഇപ്പോൾ സാധാരണ പുനരധിവാസത്തിൽ ഇതിനൊക്കെ നേരത്തെ കിടന്ന വിഷയങ്ങളൊക്കെ ചാനലിലൂടെ വന്നിട്ടുണ്ട്, ചോരുന്നുണ്ട്. അതല്ല, ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ വലിയ സൗകര്യത്തിൽ ജീവിച്ചവരടക്കം ഉള്ള ഒരു അവരൊക്കെ നമ്മുടെ തന്നെ ആൾക്കാരാണ്, സ്വന്തക്കാരാണ് എന്നുള്ള രീതിയിലാണ് എല്ലാവരും. അതിനകത്ത് ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് ഈ ഒരു വിഷയം വന്നപ്പോൾ അതിനകത്ത് ആരും മാറി നിൽക്കാൻ, അത് കേരള മനസ്സിന്റെ ഒരു നന്മയാണ്. ആ സംഭവം നടന്ന രാത്രി മുതൽ അതിനകത്ത് പ്രായവ്യത്യാസമില്ല,
അതിനകത്ത് രാഷ്ട്രീയ വ്യത്യാസമില്ല, മതമില്ല, അതിനകത്ത് ജാതിയില്ല, ഒന്നുമില്ല. എല്ലാവരും ഒന്നിച്ചു. എല്ലാവരും ഒന്നിച്ച് ഒരു വലിയൊരു സംഭവം. അതിനകത്ത് മിലിറ്ററിയുടെ ആയാലും പോലീസിന്റെ ആയാലും മറ്റുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും എല്ലാവരും ഒന്നിച്ച് അതിനകത്ത് മുന്നോട്ട് വന്നു. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സഹായ വാഗ്ദാനങ്ങൾ പല കോണുകളിൽ നിന്നായി വന്നിട്ടുണ്ട്. അതൊക്കെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും കൃത്യമായ രീതിയിലുള്ള ഒരു പാകപ്പിഴകളും വരാത്ത രീതിയിലുള്ള, അങ്ങനെ ഒരു ചർച്ചയ്ക്ക് ഇട കൊടുക്കാത്ത രീതിയിലുള്ള, അങ്ങനെ ചർച്ചയ്ക്ക് ഇട കൊടുത്താൽ പിന്നീട് വരുന്ന ഓരോരോ വിഷയങ്ങൾ വരുമ്പോൾ ആ രീതിയിലേക്ക് പോകും. അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം നിർബന്ധമാണ്. കാരണം ഇത് വലിയൊരു സംഭവമാണ്. അപ്പോൾ പ്രധാനമന്ത്രി വന്നു പോയി നല്ല കാര്യം, പക്ഷെ അതിന്റെ ഒരു ഇഫക്റ്റ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണം. അത് വെള്ളിത്തിരയിലെ താരങ്ങളുടെ ഒരു അവസ്ഥ അത് ചർച്ച ചെയ്താൽ പോയിക്കൂടെ. കാരണം ഈ ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് വിഷയങ്ങൾ, ഒന്ന് സങ്കടകരം, ഒന്ന് അതിൻ്റെ ഒരു മാനസിക നില എന്താണെന്നുള്ളത് ഈ നേതാക്കളോട് ചോദിക്കാം. അപ്പൊ കേട്ടാ വലിയ നല്ല സിനിമ കാണാറില്ലേ? ഇപ്പം വെള്ളിത്തിരിയിൽ നേരിട്ട് പോയി കണ്ടിട്ട് കുറച്ചായി, അതിനോട് താല്പര്യം കുറഞ്ഞു. ഞാനൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമ താരമല്ല, സിനിമാ താരം എന്ന് പറയുന്നതിൽ എനിക്ക് ഒരു അഭിമാനവും ഇല്ല. അത് KK റോഡ് എന്ന് പറഞ്ഞൊരു സിനിമയിൽ മുഖ്യമന്ത്രിയാണ്. പിന്നെ PC ജോർജ് പ്രതിപക്ഷ നേതാവാണ്. ഇപ്പോഴത്തെ വാസവൻ മറ്റേ നമ്മുടെ മന്ത്രി, അദ്ദേഹം ഈ ഓണത്തിന്റെ KK റോഡ് ഓണത്തിന്റെ മറ്റേ നമ്മുടെ KTTCന്റെ അതിൻ്റെ പേര് അതിന്റെ മന്ത്രിയാണ്. പ്രതാപൻ അതിലൊരു യുവജന നേതാവാണ്. MK മുനീർ അതിൻ്റെ അകത്ത് പാടിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ സിനിമയിൽ മുഖ്യമന്ത്രി ഒരു പത്രത്തിൽ പിന്നെ സന്തോഷ് ജോർജ് കുളങ്ങനേൻ്റെ അവിടെയാണ് അതിൻ്റെ പ്രധാന ചിത്രീകരണം. എനിക്ക് ഈ മന്ത്രി പദവിയൊക്കെ അതിനോടുകൂടി പോയി എന്ന് എനിക്ക് തോന്നുന്നു. അതല്ല, അത് കുറച്ചേ ഉള്ളൂ. ഞാനത് വാസ്തവത്തിൽ അങ്ങനെ വലിയ താല്പര്യമൊന്നും എടുത്തല്ല. ആ ഒരു സന്ദർഭത്തിൽ സൈമൺ എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹം സംവിധായകനാണ് കോട്ടയത്ത്. അദ്ദേഹം പറഞ്ഞ ഒരു നിർബന്ധത്തിൻ്റെ പേരിൽ അങ്ങനെ ഒരു വലിയ താല്പര്യമില്ലാതെ അഭിനയിച്ചതാണ്. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഫലമായിട്ട് അത് 2.5-3 വർഷം കഴിഞ്ഞിട്ടാണ് റിലീസ്. അപ്പോഴത്തേക്ക് അതിൻ്റെ പ്രസക്തി നഷ്ടം. KK റോഡ് എന്ന് പറഞ്ഞ് കോട്ടയം കുമളി റോഡ് എന്നാണ് അതിൻ്റെ അവിടെ നടക്കുന്ന ഒരു സംഭവത്തിൻ്റെ ഒരു സംഗതി. നടനില്ല, സിനിമ നടന്ന് പറയുന്നതേ ഒരു അപകടമാണ്. അത് അങ്ങനെ. അപ്പോൾ ഇപ്പോഴത്തെ ഈ സ്ഥിതി പറയുകയാണെങ്കിൽ അത് എനിക്ക് വളരെ വാസ്തവത്തിൽ ഈ ഓണാഘോഷത്തെ സംബന്ധിച്ച് ഉള്ള ഒരു പരിപാടിയിൽ നിങ്ങൾ വളരെ പ്രസക്തമായിട്ടുള്ള കാലിക പ്രസക്തമായിട്ടുള്ള 2 വിഷയങ്ങൾ ആദ്യം തന്നെ തുടങ്ങി എന്നുള്ളത് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. കാര്യത്തിൽ ഈ പിന്നെ സിനിമ ഒരു ഇൻഡസ്ട്രിയാണ്. ഒരു 10,000-കണക്കിന് ആളുകൾ ആ ഇൻഡസ്ട്രിയെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ സാധാരണ ജനങ്ങളുടെ മുന്നിൽ വരുന്നത് താരങ്ങളാണ്. സൂപ്പർ താരങ്ങളും താരങ്ങളുമാണ് കാര്യമായിട്ട് നമ്മുടെ മുമ്പിൽ വരുന്നത്. ഇടയ്ക്കൊക്കെ ഈ സംവിധായകനോ പിന്നെ നമ്മുടെ സംഗീത നിർമ്മാതാക്കളോ അവരൊക്കെ വരും. ബാക്കി വരുന്നത് ഈ പ്രമുഖരായിട്ടുള്ള ആളുകളാണ്. ആ പ്രമുഖരായിട്ടുള്ള ഇത് ഈ പിന്നെ സൂപ്പർ താരങ്ങളും താരങ്ങളെ ഒക്കെ കുറിച്ചിട്ട് ഇപ്പം വന്നിരിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള സംഭവമാണത്. അതിൻ്റെ ഒരു വിഷയം ഞാൻ കാണുന്നത്, അതിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കുറച്ച് കാര്യങ്ങൾ പൂഴ്ത്തിവെച്ചിട്ടുണ്ട്. ഇപ്പോഴും വെളിച്ചം കണ്ടിട്ടില്ല. ആ വെളിച്ചം കാണാത്തതിനെക്കുറിച്ച് ധാരാളം ഊഹാപോഹങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനിട കൊടുക്കാതെ അത് ഏതായാലും കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു, അത് സമ്പൂർണ്ണമായിട്ട് ആ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരണം. ആ പുറത്തു വരുന്ന സമയത്ത് അതിലാരെയൊക്കെ എങ്ങനെയൊക്കെ ബാധിക്കുന്നുള്ളത് നമ്മുടെ വിഷയമേ അല്ല. ഈ സിനിമാ വ്യവസായ രംഗത്ത് വാസ്തവത്തിൽ വലിയൊരു ശുദ്ധീകരണം ആവശ്യമാണ്, അനിവാര്യമാണ്. പിന്നീട് ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലായിടത്തും പവർ ഗ്രൂപ്പ് പൊളിറ്റിക്സിലുണ്ട്, സാഹിത്യത്തിലുണ്ട്, ഇൻഡസ്ട്രിയിലുണ്ട്. അല്ല അത് അപ്പോൾ പവർ ഗ്രൂപ്പുണ്ട്, എല്ലാ രംഗത്തും പവർ ഗ്രൂപ്പുണ്ട്. എന്തൊക്കെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞാലും കാര്യങ്ങൾ ആത്യന്തികമായിട്ട് നിയന്ത്രിക്കുന്ന ഒരു ഗ്രൂപ്പ്, അതിനാണ് ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അത് എല്ലാ രംഗത്തും ഉണ്ട്. ഈ സിനിമയുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, സിനിമയിൽ നിങ്ങൾ മറ്റ് ഇൻഡസ്ട്രി പോലെയല്ല സിനിമ. ഇതിൽ കെട്ടിപ്പിടിക്കുന്ന രംഗങ്ങളുണ്ട്, ചുംബിക്കുന്ന രംഗങ്ങളുണ്ട്, പുറകെ ഓടുന്ന രംഗങ്ങളുണ്ട്, ബലാത്സംഗം ചെയ്യുന്ന രംഗങ്ങളുണ്ട്. ഇതൊക്കെ ഈ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഈ സെക്ഷുവലായിട്ടുള്ള ഒരു വികാരം അത് ഇല്ല. പക്ഷേ
അത് വരുമല്ലോ. കെട്ടിപ്പിടുത്തോ ഉരുണ്ട് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവും. അപ്പോൾ അത് വഴിതെറ്റാനുള്ള സാധ്യത കൂടുതലുണ്ട് സിനിമാ രംഗത്ത്. അപ്പോൾ അതിന് ശരിക്കും ഒരു കർശനമായ നിയന്ത്രണം ആവശ്യമാണ്. ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ കഴിഞ്ഞ തലമുറയിലെ പ്രമുഖരായ സിനിമാ താരങ്ങൾ സത്യൻ, നസീർ, മധു, അവരെക്കുറിച്ച് ഒരു തരത്തിലുള്ള പരാതിയില്ലല്ലോ. അവർ ജെന്റിൽമാൻമാരാണ്. തിക്കുറിശിയല്ലെന്ന്, തിക്കുറിശി ഇതിൽ പെടില്ല. ഞാൻ പറഞ്ഞ മൂന്നാണ്. തിക്കുറിശി വേറൊരു അവസ്ഥയാണ്. അത് നമുക്ക് ആരാധിക്കാൻ തോന്നുന്ന ഒരു വ്യക്തിത്വം ഉണ്ട് അദ്ദേഹം. അല്ല, ഞാൻ പറയാം, സത്യൻ, നസീർ, മധു, ഈ മൂന്നാളുകൾ, ആ മൂന്നാളുകളെ കുറിച്ചിട്ട്, സത്യനെ കുറിച്ചും നസീറൊക്കെ എത്രയും പ്രേമരംഗങ്ങളിൽ അല്ല, ഈ തലമുറയിലേക്ക് വരുമ്പോഴേ പരാതിയല്ല, കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞാൽ ഈ മോഹൻലാലിന് കൊടുത്ത കേണൽ പദവിയൊക്കെ എടുത്തു കളയണം എന്നുള്ള അഭിപ്രായക്കാരൻ. മോഹൻലാലിനോട് കേണൽ പദവി എടുത്തു കളയണം. കാരണം അദ്ദേഹത്തോട് ജോണി ലൂക്കസ് ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. താങ്കൾ ഇതുവരെ 3000 സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് കേട്ടു. അപ്പോൾ അതുകൊണ്ട് 3000 അല്ല 4000 സ്ത്രീകളായിട്ട് ഞാൻ അത്ര എത്തിയിരുന്നെന്നാണ് പറഞ്ഞത്. അദ്ദേഹം അത് സത്യസന്ധമായിട്ടാണ് പറയുന്നുണ്ടെങ്കിൽ അതിനൊരു അവാർഡ് അദ്ദേഹത്തിന് കൊടുക്കണം എന്നാണ് ഞാൻ പറയുക. ഞങ്ങൾ അതെ അത് കണ്ടതാണ് ഞാൻ പറയുന്നത്. ഈ ഇപ്പോഴത്തെ ഇപ്പം മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയിട്ടുള്ള സൂപ്പർ താരങ്ങളുണ്ട്, കുറേയാണ്. അവരെക്കുറിച്ച് ഒരുപാട് കഥകളും ഉപകഥകളും കെട്ടുകഥകളും നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ പറയുന്നത് ഇതുപോലെ ഒന്നും നമ്മുടെ ആദ്യത്തെ ആളുകളെക്കുറിച്ച് ഇല്ലല്ലോ. നസീർ, സത്യൻ, മധു, അവരെക്കുറിച്ചിട്ട് ഇത്തരത്തിലുള്ള യാതൊരു ഇതില്ല. അവർ അന്നത്തെ ഏറ്റവും ഇന്നും ആരാധനയോടുകൂടി നോക്കിക്കാണാൻ പറ്റുന്ന അത്രയും വലിയ ഉന്നത ശീർഷരായിട്ടുള്ള പ്രതിഭകളാണ് അവർ. ആളുകളെ കുറിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ തലമുറയിലേക്ക് വന്നപ്പോൾ ഇവരെല്ലാം സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുകയാണ്. അത് മാറ്റിയെടുക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. തിരിച്ചു വരാം പ്രകാശൻ മാഷേ. ഈ സിനിമ ഒരു വ്യവസായമാണെങ്കിലും അത് മനുഷ്യൻ്റെ വികാരങ്ങളെ കൈകാര്യം ചെയ്യുന്നൊരു മേഖലയാണ്. ഇപ്പോൾ പ്രേമം, കാമം, അതുപോലെ വയലൻസ്, വൈകാരികത, ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നൊരു മേഖലയാണ് സിനിമ എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റ് മേഖലകളിൽ നിന്ന് അതിന് ആത്യന്തികമായ വ്യത്യാസമുണ്ട്. സ്ത്രീ പുരുഷ ബന്ധങ്ങൾ ഇത്രയേറെ അടുത്ത് നടക്കുന്ന മറ്റൊരു മേഖല വ്യവസായ രംഗത്ത് വേറെയില്ല. സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാവാം. അതിൽ ഒരു കാരണവശാലും നടന്നുകൂടാത്ത ഈ പീഡനം ഉൾപ്പെടെയുള്ള, സമ്മർദ്ദം ചെലുത്തി പീഡനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ഹേമ കമ്മിറ്റി വരാനുള്ള കാരണം. അതാണ് അതിൽ വലിയ നിലക്കുള്ള താല്പര്യം ഇന്നത്തെ ഗവൺമെന്റ് എടുത്തു എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നത്. കുറച്ച് പൂഴ്ത്തി വെച്ചിട്ടുണ്ടെന്ന് സ്വാഭാവികമായും, കാരണം വ്യക്തിബന്ധങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വിവരാവകാശ കമ്മീഷണർ അത് ഒഴിവാക്കിയിട്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ആത്യന്തികമായിട്ട് പറയാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥൻ അദ്ദേഹമാണ്. അത് മാറ്റിവെക്കണമെന്ന് പറഞ്ഞു. കാരണം അത് വ്യക്തികളെ നേരിട്ട് ബാധിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇത്തരം പോരായ്മകളും അതുപോലെ ഇത്തരം തെറ്റുകളും നടക്കുമ്പോൾ ആ തെറ്റിന് വിധേയപ്പെടുന്ന ഇര തനിക്ക് നീതി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ന്യായമായിട്ടുള്ള നീതിന്യായ സംവിധാനങ്ങളെ സമീപിക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. അത് തീർച്ചയായിട്ടും ചെയ്യണം. അതിന്റെ ഭാഗമായിട്ട് ഈ 10-25 വർഷം മുമ്പ് നടന്ന കാര്യങ്ങൾ അതിനകത്തൊരു പ്രധാന ചില താരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഒരു കാലത്ത് സമ്പത്തെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അതൊരു ബ്ലാക്ക് മെയിലിംഗ് പൊളിറ്റിക്സായി മാറിയിട്ടുണ്ട് എന്നാണ് ഇവിടെ അഭിപ്രായം വന്നത്. അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം? അല്ല, സ്വാഭാവികമായും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള ഒരു കാര്യം ഇന്ന് ആലോചിക്കുമ്പോൾ അവർക്ക് ശരിയാണോ തെറ്റാണോ എന്ന് തോന്നുന്നു വെച്ചിട്ടാണ് ഇപ്പോഴവരെ കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതത് സന്ദർഭത്തിൽ തന്നെ ഈ അന്യായമായ കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കാനും നിയമ നടപടികൾ സ്വീകരിക്കാനുമാണ് സാധിക്കുന്നത്. എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ ഒരു MLA ഉൾപ്പെടെ ഇതിനകത്ത് ആരോപണ വിധേയനായി കഴിഞ്ഞു മുകേഷ്? അല്ല, സിനിമാ നടന്മാരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു രീതിയാണ്. അല്ല, അതില് പാർട്ടി പറഞ്ഞിരിക്കുന്ന ഒരു സംഗതി, ഇപ്പോൾ ആക്ഷേപം ആരെ സംബന്ധിച്ചും ഉന്നയിക്കപ്പെടാം. ഒരാൾ വിചാരിച്ചാൽ ആക്ഷേപങ്ങൾ ബോധപൂർവ്വം ഉന്നയിപ്പിക്കുന്നതിന് വേണ്ടി ഇടപെടുന്ന ശക്തികൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. പൊളിറ്റിക്സിലൊക്കെ അല്ല. അപ്പോ ഒരാൾ ഇപ്പോൾ ഇന്ത്യയിലെ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരാൾ ശിക്ഷിക്കപ്പെടുന്നവരെ അദ്ദേഹത്തെ പരിഗണിക്കുന്ന കുറ്റവാളി അല്ലാതെ തന്നെയാണ്. നിയമത്തിന് മുമ്പിലും അങ്ങനെയാണ്. അപ്പോൾ ഇതുപോലൊരു ആരോപണത്തിന് മേലെ മാത്രം ആൾ രാജിവെക്കേണ്ടതില്ല. തീർച്ചയായിട്ടും അത്തരം ഒരു സംഭവം തെളിയിക്കപ്പെടുന്നു, അത് അദ്ദേഹം പ്രതിയാണ്, ഈ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് വരുമ്പോൾ ഒരു കാരണവശാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത്തരം ആളുകളെ സംരക്ഷിക്കുന്ന വിഷയം ഉണ്ടാവില്ല.
എന്താണ് പറയാനുള്ളത്? താങ്കളുടെ പ്രസ്ഥാനത്തിലെ ഒരു നേതാവ് ഇതിനകത്തുണ്ട്, ആരോപണ വിധേയൻ ആര് എന്നുള്ളതല്ല, അതിനകത്ത് കുറ്റം ആരോപിക്കപ്പെട്ടവർ അവരല്ല എന്നവർ തെളിയിക്കേണ്ട ഉത്തരവാദിത്വം. ഇതിനകത്ത് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു കാര്യം, ഇതിനകത്ത് ഈ പുറംലോകം കാണാത്ത ആ റിപ്പോർട്ടിൻ്റെ ഭാഗങ്ങളാണ്. അത് ഇപ്പോൾ ഇവിടെ പ്രകാശ് മാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ അത് വന്നാൽ ഇവിടെ വലിയ വിഷയങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം പറഞ്ഞത്. അപ്പോൾ അതല്ലല്ലോ വിഷയം വരണല്ലോ. അപ്പോൾ അത് വിഷയം വന്നാലല്ലേ അതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ കുറച്ചുപേര് മാത്രം ഇത് അനുഭവിക്കണമെന്നും മറ്റുള്ള ഈ പവർ ഗ്രൂപ്പായി പറയപ്പെടുന്നവർക്ക് ഇതൊന്നും വിഷയമല്ല എന്ന് പറയുന്നതിൽ യാഥാർത്ഥ്യമില്ല. അപ്പം എല്ലാം ഇത് നിയന്ത്രിക്കുന്ന ആരാണ്? പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ ഇവിടെ രാഷ്ട്രീയത്തിലും പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറയും. പക്ഷെ നമ്മുടെ ഈ ഞാൻ ഒരു പ്രസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്നു, അവിടെ ഒരു പവർ ഗ്രൂപ്പ് ഉള്ളതായിട്ട് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പറയുന്നത്. പവർ ഗ്രൂപ്പ് എന്നുള്ളതല്ല, അതായത് കാലഘട്ടത്തിൽ വരുന്ന ലീഡർഷിപ്പ് അത് അതായത് പാർട്ടിക്ക് ഒരു റോളുണ്ട്. പ്രസിഡന്റ് ഉണ്ടാവും, പ്രതിപക്ഷ നേതാവ് ഉണ്ടാവും, അല്ലെങ്കിൽ AICC സംവിധാനങ്ങളുണ്ടാവും. അവരാണ് അത് അവരെ അതിനെ അധികാരപ്പെടുത്തിയിരിക്കുന്നതാണ്. അപ്പോൾ ഈ സിനിമയിൽ അങ്ങനെ അധികാരപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് അറിയില്ല. പാർട്ടിയിൽ അവരെ പാർട്ടി മെമ്പേഴ്സ് അധികാരപ്പെടുത്തിയിരിക്കുന്ന ഒരു പോസ്റ്റാണ് ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പവർ ഗ്രൂപ്പ് എന്നല്ല അതിനെ പറയേണ്ടത്, പാർട്ടി ലീഡർഷിപ്പ് എന്നാണ് പറയുന്നത്. അതേസമയം സിനിമയിൽ നടക്കുന്ന പവർ ഗ്രൂപ്പ് എന്താണ് അവരെങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ പൊതുസമൂഹത്തിനുണ്ടാകണം. ഒരിക്കലും ഇപ്പം ഒരുപാട് വെളിപ്പെടുത്തലുകൾ വരികയാണ്. ഇതൊക്കെ പഴയ കാലത്തൊക്കെ നടന്ന സംഭവങ്ങൾ ഇപ്പോൾ വരുന്നു. അപ്പൊ അവർ അന്ന് തന്നെ അത് കൃത്യമായി പറയേണ്ടതായിരുന്നു. പക്ഷെ അന്ന് പറഞ്ഞില്ല എന്ന് കരുതി അത് തെറ്റാണെന്നല്ല, കാരണം തെറ്റെപ്പോഴും തെറ്റ് തന്നെയാണ്. പക്ഷെ ഇതിന്റെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് കൃത്യമായ നടപടിക്രമങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എങ്കിൽ വലിയൊരു നമുക്കിനി ഇവരുടെ ഒരു കുട്ടിക്കാലം ഉണ്ടാവില്ല. ഇവരൊക്കെ രാഷ്ട്രീയത്തിൽ വളർന്ന വലിയ നേതാക്കളായി കഴിഞ്ഞു. ഇന്ന് ഹൈടെക് കാലമാണ് ഓണം. അവരുടെ ബാല്യകാലത്തെ ഓണം, ഈ പപ്പുവേട്ടനും അതുപോലെ പ്രകാശ് മാഷും മാർട്ടിനൊക്കെ അവരുടെ ഒരു ബാല്യകാലം, ഒരു ഓണത്തെ എങ്ങനെ കണ്ടിരുന്നു, ആ കാലം എന്തായിരുന്നു എന്ന് നമുക്ക് CKP തോന്നാം. CKP, ഇത് ഇപ്പോൾ ഇലക്ട്രോണിക് യുഗമാണ്, ഇലക്ട്രോണിക് ഓണമാണ്. താങ്കളുടെ ഒരു ബാല്യകാലത്തെ ഓർമ്മകൾ എങ്ങനെയാണ്? ഈ കള്ളക്കർക്കിടകം കഴിഞ്ഞിട്ട് വരുന്ന ചിങ്ങത്തെ പൊന്നിൻ ചിങ്ങമാസം എന്നാണ് പഴയ കാലം മുതലേ പറയുന്നത്. അത് കള്ളക്കർക്കിടകത്തിന് പഞ്ഞമാസം എന്നും പറയാറുണ്ട്. അതായത് വലിയ പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ ഉണ്ടായി ദുരിതമനുഭവിക്കുന്ന ഒരു കാലമാണ് ഈ കർക്കിടകം. കർക്കിടകം കഴിഞ്ഞിട്ട് വരുന്ന ചിങ്ങമാകുമ്പോഴത്തേനും നമ്മളെ പ്രകൃതിയിൽ തന്നെ ഒരു വലിയ ഒരു മാറ്റം വരികയാണ്. മഴയും പിന്നെ വെള്ളപ്പൊക്കവും അതൊക്കെ മാറി, പിന്നെ നല്ല കാലാവസ്ഥ വന്നു, നല്ല വെയിൽ വരാൻ വേണ്ടി തുടങ്ങി, പ്രകൃതിയൊക്കെ പൂവണിയാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ പിന്നെ നിൽക്കുന്ന ഒരു സമയത്താണ് ഈ ഓണം വരുന്നത്. അപ്പോൾ അന്നത്തെ ആ കാലഘട്ടത്തിൽ ഓണം വരിക എന്ന് പറഞ്ഞാൽ കുട്ടികളായ ഞങ്ങൾക്കൊക്കെ വലിയൊരു പ്രതീക്ഷയാണ്. കാരണം അല്പം ഒന്ന് വയറ് നിറച്ച് വിഭവസമൃദ്ധമായിട്ടും ആഹാരം കഴിക്കാൻ പറ്റുന്ന ഒരു ആഘോഷമാണ് ഓണം എന്നുള്ളത്. ആ കാര്യം എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു അനുഭവമാണത്. എനിക്ക് തോന്നുന്നു കുറേയൊക്കെ ആ കാലഘട്ടത്തിൽ ഏറെക്കുറെ അങ്ങനെയാണത്. ഓണം എന്ന് വരുമ്പം അങ്ങനെയാണ്. പിന്നെ ഈ പൂക്കൾ പറിക്കാനൊക്കെ അന്ന് പോവുക എന്ന് പറയുന്നത് ഞങ്ങൾ തന്നെ പോവുകയാണ്. പൂക്കൾ ചെറുതും വലുതുമായിട്ട് കാട്ടുപൂക്കളുണ്ടാവും, വീട്ടുമുറ്റത്ത് വിരിഞ്ഞ് നിൽക്കുന്ന പൂക്കളുണ്ടാവും. ആ പൂക്കളൊക്കെ ഈ 10 മുതൽ 10 ദിവസം പൂക്കൾ പറിക്കുക എന്നുള്ളത് അതൊരു സന്തോഷമാണത്. അത് നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയങ്ങ് ചെല്ലുകയാണ്. ഇപ്പം വയൽ വരമ്പുകളിലേക്ക് ഇറങ്ങി ചെല്ലും. നെല്ലിൻ്റെ ഇടയിൽ ഉയർന്നു വരുന്ന പൂക്കളുണ്ട്. ധാരാളം കാടുകളുണ്ടെന്ന്. ഇന്നത്തെ പോലെയല്ല. അന്നത്തെ കാടുകളിലേക്ക് പിന്നെ കുറ്റിക്കാടുകളുണ്ട്, വലിയ കാടുകൾ. അങ്ങോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ വളരെ വൈവിധ്യമാർന്നിട്ടുള്ള ധാരാളം പൂക്കൾ കിട്ടും. ആ പൂക്കൾ ഒറ്റയ്ക്കല്ല, വീട്ടിലത്തെ കുട്ടികൾ, വീട്ടിൽ തന്നെയുള്ള സഹോദരന്മാരുണ്ടാവും, അയൽ വീട്ടിലെ കുട്ടികളുണ്ടാവും. അങ്ങനെ എല്ലാവരും കൂടി പോയിട്ട് അത് പറിച്ചു കൊണ്ടുവരിക എന്നുള്ളത് വലിയൊരു പിന്നെ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പിന്നെ ഓണത്തെക്കുറിച്ചിട്ടുള്ള ഒരു സങ്കല്പമാണ്. ഈ ഗൃഹാതുരത്വത്തോടു കൂടി മാത്രമേ ഈ പഴയ കാലത്ത് ഞങ്ങളെല്ലാം കുട്ടിക്കാലത്തുള്ള ഓണത്തെ നമുക്ക് ഓർമ്മിക്കാനാവും. കാരണം അങ്ങനെ ഒരു ഓണത്തെ ഇന്ന് നമ്മുടെ മക്കൾക്കോ പേരമക്കൾക്കോ പരിചയമില്ല. ഇപ്പോൾ ഇവിടെ പിന്നെ പപ്പാട്ടും പറഞ്ഞ പോലെ കുട്ടികളെല്ലാം ഒത്തുചേർന്ന് ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ പ്രദേശത്ത് തുമ്പപ്പൂ, കാക്കാപ്പൂ ഒരു അക്കാലത്ത് ഏറ്റവും സമൃദ്ധമായ 2 പൂക്കളാണ്. അപ്പോൾ ഒന്നുകിൽ വലിയ ചിരട്ടയോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ നിലക്കുള്ള പാത്രങ്ങളൊക്കെ എടുത്തിട്ട് കുട്ടികളെല്ലാം ഒന്നിച്ച് മത്സരത്തോടെ, ഞങ്ങളൊക്കെ ഈ തുമ്പപ്പൂ പറിക്കുന്ന ചെറിയ ചിരട്ടയുണ്ട്, ആ ചിരട്ടയിൽ ആരാണ് ആദ്യം നിറയ്ക്കുക എന്നുള്ളതാണ്. ഇഷ്ടംപോലെ പൂക്കളുണ്ട്, അങ്ങനെ വയലിൽ നിറഞ്ഞു കിടക്കുകയാണ്.
അപ്പോൾ എനിക്ക് എൻ്റെ അച്ഛനമ്മക്ക് 8 മക്കളുണ്ട്. ഞങ്ങൾ മിക്കവാറും എല്ലാവരും ചെറിയൊരു വ്യത്യാസമുള്ളവരാണ്. 8 മക്കളാണ്. 8 മക്കൾ. ഞങ്ങളെല്ലാവരും പിന്നെ ഒന്നിച്ചിട്ട് പൂരിക്കാൻ പോകും. ചെറിയ ഇളയ കുട്ടികൾ മാത്രം ഒഴിച്ച് ബാക്കി ഞങ്ങളെല്ലാവരും ഒന്നിച്ചു പോകും. അതൊരു സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ്. അന്നത്തെ ഭക്ഷണ രീതികൾ യഥാർത്ഥത്തിൽ ഭൂരിപക്ഷം കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് വലിയ പട്ടിണിയുടെ ഒരു കാലമാണ്. വേണ്ടത്ര ഭക്ഷണം കിട്ടാത്ത ഒരു കാലമാണ്. ഇപ്പോൾ ഞാൻ ഓർമ്മിക്കുന്നു, ഈ കടലയൊക്കെ ആ സമയത്ത് നല്ല മഴ പെയ്യുമ്പോൾ വറുത്ത് അല്പം തേങ്ങ ഒക്കെ പൂളി കഴിക്കുന്ന ഒരു നില. അതുപോലെ ഇതിൻ്റെ ഒരു അവസാന കാലമാകുമ്പോഴേക്ക് ചക്ക, മാങ്ങ ഇത് സമൃദ്ധമായിട്ട് വരുന്ന ഒരു നില. പിന്നീട് ഈ കാലാവസ്ഥയിൽ തന്നെ വരുന്ന മാറ്റം, വെള്ളമെല്ലാം ഒഴിഞ്ഞ് നല്ല പ്രകൃതിയിലാകെ ഒരു പ്രസരിപ്പുണ്ടാകുന്ന ഒരു കാലം. പിന്നെ അക്കാലത്ത് ഈ പറയുന്ന പോലെ ഓണം സദ്യയും അതുപോലെ ഓണക്കോടിയും ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. സദ്യയിലെ വിഭവങ്ങൾ അക്കാലത്ത് ഈ പറഞ്ഞ പോലെ ഇന്നത്തെ പോലെ ഒരു സന്ദർഭത്തിലും ഈ ചിക്കനും ഇതൊന്നും വാങ്ങിയതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പ്രധാന വിഭവങ്ങൾ ഈ നോൺ വെജ് മത്സ്യമാണ് ഉണ്ടാവുക. ബാക്കിയപ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ ഈ പഴം പപ്പടമൊക്കെ ചേർത്ത് കുഴച്ച് കഴിക്കുക. അത് വളരെ, കാരണം അത് കൊല്ലത്തിൽ മിക്ക മാത്രം കിട്ടുന്ന സംഗതിയാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ പിന്നെ നല്ല വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം. ഈ വസ്ത്രം എങ്ങനെയായിരുന്നു? വസ്ത്രം എന്തായാലും ഓണക്കോടി വാങ്ങിയിരിക്കും. അത് കേവലം അച്ഛനും അമ്മയും കാണാൻ വിറ്റും ഓണം ഉണ്ണണം. ഇതിലിപ്പോ അച്ഛൻ മാത്രമല്ല, ഞങ്ങൾ എൻ്റെ ഒരു പിന്നെ അമ്മാവൻ കല്യാണം കഴിക്കാത്ത ഒരാൾ, അദ്ദേഹം നമുക്ക് ഓണക്കോടി തരും, കുടുംബക്കാർ ഉൾപ്പെടെ. അപ്പോൾ ഓണമെന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സമൃദ്ധിയുടെ ഒരു സമയമാണ്. അപ്പോൾ അത് വലിയ സന്തോഷമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ മക്കൾക്ക് ഇന്ന് തുമ്പപ്പൂ അറിയാത്ത മക്കളാണ്. തുമ്പപ്പൂ എന്ന് പറഞ്ഞു മിക്കവാറും കുട്ടികൾ, എൻ്റെ ഒന്നും പേരെ കുട്ടിക്ക് അറിയില്ല. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ പിന്നെ ഓണത്തിന് കുട്ടികളെല്ലാം ഒന്നിച്ച് പോയിട്ട് പൂപ്പറിക്കുക, അതുപോലെ ഓണക്കോടി സമ്മാനമായിട്ട് കൊടുക്കുക, ആവേശത്തോടെ ഓണ സദ്യ ഒന്നിച്ച് കഴിക്കുക. ഇതൊന്നും, കാരണം അവരെല്ലാ ദിവസവും കഴിക്കുന്നുണ്ട് ഏതാണ് ഓണസദ്യ. അതിൻ്റെ യഥാർത്ഥത്തിൽ അതെല്ലാം ഒരു ഗൃഹാതുരമായ ഓർമ്മയാണ്. പുതിയ തലമുറക്ക് തികച്ചും അന്യമാണ്. ഒരു നഷ്ടബോധത്തോടെയാണ് പഴയ കാല ഈ ഓണത്തിൻ്റെ ഓർമ്മകളെ എൻ്റെയൊക്കെ തലമുറക്ക് ഓർക്കാനാവുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇതിപ്പോൾ ഈ അണുകുടുംബമായി മാറി. നേരത്തെയൊക്കെ ഒരുപാട് ഒരു കുടുംബത്തിൽ ഇഷ്ടംപോലെ ആളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ വീടുകളിലൊക്കെ 1-2 പേരായി ചുരുങ്ങി അവരൊക്കെ തന്നെ വീടുകളിലേക്ക് ഒതുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം. ഇവിടെ 2 പേരും പറഞ്ഞത്, പപ്പാട്ടൻ പറഞ്ഞ പ്രാശ് മാഷും പറഞ്ഞതുപോലെ, അന്നൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പക്കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരുപാട് പൂ പറിക്കാനും അതുമായിട്ട് കുട്ടികളെല്ലാം കൂടി സംഘടിച്ച് ഒന്നിച്ച് പോയി. അത് രസകരമായി, അതിനകത്തൊരു പാട്ടുണ്ട്, ആ പാട്ടും പാടി ഇങ്ങനെ പോകുന്നത് അത് കാണുമ്പോഴും അതിൽ അംഗമാകുമ്പോഴും ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് വലുതാണ്. പക്ഷെ ഇന്ന് അതൊന്നുമില്ല. ഇന്ന് ഓർഡർ കൊടുത്താൽ വൈകുന്നേരം അതിന്റെ കൃത്യമായി പോയി മേടിക്കാൻ പോലും തയ്യാറാകേണ്ട, ഓർഡർ കൊടുത്താൽ വീട്ടിൽ അത് തമിഴ്നാട്ടുകാരിൽ നിന്ന് കൊണ്ടുവന്ന സംഭവങ്ങളെല്ലാം കൃത്യമായി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ റിസ്ക് എടുത്ത് നമ്മുടെ പ്രദേശത്തുള്ള ആ പൂവുകൾ വിൽക്കാനോ ഒന്നും നമ്മൾ. പിന്നെ അതുപോലെ തന്നെ പണ്ട് കാലങ്ങളിൽ വീടുകളിൽ ഒരു വീടിന്റെ മാവിന്റെ മരത്തിൽ ഒരു ഊഞ്ഞാലുണ്ടാവും. ഇപ്പൊ എവിടെയെങ്കിലും ഒരു ഊഞ്ഞാല് ഇല്ല, ഉണ്ടാ? ഇല്ലല്ലോ. ഊഞ്ഞാലും ഇല്ല, ഒന്നുമില്ല. ആളുകൾ അങ്ങനെ ആ ഒരു കുട്ടികൾ ഉല്ലസിക്കുന്ന ഒരു ചിത്രമൊക്കെ നമുക്ക് കാണുവാൻ. പിന്നെ ഇപ്പോൾ ഉള്ളൊരു ഇത്, ഓണത്തിന് എല്ലാ ഹോട്ടലുകളിലും ഓണത്തിന് പൈസ അടച്ചാൽ ഓണസദ്യ വീട്ടിലെത്തും. സദ്യ നമ്മൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല, അതും എത്തും. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് കുട്ടികൾക്ക് പഴയ കാലഘട്ടത്തിലായിരുന്നു എന്ന് കുട്ടികൾക്ക് ഓർമ്മ കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ഇങ്ങനെ ഓണസദ്യ ഉണ്ട്, ഇന്നതൊക്കെ ആവും, ഇന്ന വിഭവങ്ങൾ, അത് ഇലയിൽ ഇട്ട് എല്ലാവരും കുടുംബാംഗങ്ങളെല്ലാവരും ഒന്നിച്ച് കഴിക്കണം എന്നൊന്നുമില്ല. ഓർഡർ ചെയ്യുന്നു, സാധനം തരുന്നു. അതേപോലെ ഇപ്പൊ ഓണക്കോടി എന്ന് പറയുന്ന ഒരു സംഭവം, പണ്ടല്ലോ ഓണക്കോടി വലിയൊരു വ്യത്യാസമുണ്ട്. നമുക്ക് പപ്പടം ആദ്യം പറഞ്ഞു പവർ ഗ്രൂപ്പ് ഉണ്ട്, മാർട്ടിൻ ജോർജ് പറഞ്ഞു ഇതിന്റെ പവർ ഗ്രൂപ്പ് ഇല്ലാന്ന്. പ്രകാശൻ മാഷ് അതിനെക്കുറിച്ച് തൊടാതെ പോകും. ഈ പവർ ഗ്രൂപ്പിനിടയിൽ നിന്ന് ഇപ്പൊ പലപ്പോഴും പല തുറന്നു പറച്ചിലുകളും നടത്തിയിട്ടുള്ള ആളാണ് പപ്പടം. ഇനിയുള്ള രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച്
ഒന്ന് ചോദിക്കാം. എങ്ങനെയാണ്? അല്ല, ആരുടെ രാഷ്ട്രീയ ഭാവിയാണ് നിങ്ങൾ ചോദിക്കുന്നത്? ഒരു വ്യക്തിയല്ലേ, താങ്കളുടെ രാഷ്ട്രീയല്ലേ? ഈ BJP എന്ന പ്രസ്ഥാനത്തിന്റെ ഏറ്റവും കരുത്തുറ്റ സംസ്ഥാന പ്രസിഡന്റായിരുന്നു താങ്കൾ. ഞാൻ പറയാം, എനിക്ക് ഈ ജീവിത വീക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് രാഷ്ട്രീയമാണ് എല്ലാം എന്നുള്ള വിശ്വാസമേ എനിക്കില്ല. ഈ രാഷ്ട്രീയത്തിൽ തുടങ്ങി രാഷ്ട്രീയത്തിൽ അവസാനിപ്പിക്കണം എന്ന് പറയുന്നത് ഒരു വിഡ്ഢിത്തരമാണ്. ചില ആളുകൾ പറയാറുണ്ട് എന്നെ ഇന്ന തരത്തിൽ എൻ്റെ അവസാനൻ്റെ മറ്റേ ബോഡിയിൽ അതൊക്കെ ഒരു പൊട്ടത്തരം പറയാണ്. അതിലൊന്നും ഒരു അർത്ഥമില്ല. കാരണം ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു ഈശ്വരൻ സൃഷ്ടിച്ചിട്ടുള്ള ഇതൊരു അങ്ങനെ അങ്ങനെ കിടക്കുകയാണത്. ഒരു നിർബന്ധമില്ല. എൻ്റെ യഥാർത്ഥത്തിലുള്ള ആഗ്രഹം മെഡിക്കൽ കോളേജിലേക്ക് ബോഡി വിട്ടുകൊടുക്കണമെന്നാണ്. അതിന് ഭാര്യയും അല്ല നവാസെ, ഭാര്യയും മക്കളും അവരെ ഒപ്പിട്ട് കൊടുത്തില്ല. പക്ഷേ സമ്മതിക്കണമതിന്. അങ്ങനെ സമ്മതിച്ചു കഴിഞ്ഞാലേ പറ്റൂ. ഞാനത് അവരുടെ മുമ്പിൽ ഈ ആവശ്യം സമർപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യണം, മെഡിക്കൽ കോളേജിലേക്ക് ബോഡി വിട്ടു. എന്നാൽ വരും തലമുറക്കത് എന്തെങ്കിലും ഒരു പ്രയോജനം ചെയ്യും ഈ മരിച്ചതിന് ശേഷം. നവാസെ, ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഹൃദയം സ്തംഭിച്ചിട്ട് മരിക്കുന്ന ഒരു കാലമാണിത്. കുഴഞ്ഞു പല ആളും പറയുന്നുണ്ട് താങ്കളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഇടത് മനസ്സുറങ്ങുന്നുണ്ട്, താങ്കൾ ഇടതുപക്ഷത്തേക്ക് CPM-ലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട് എന്നൊക്കെ ഇങ്ങനെ അണിയറയിൽ വലിയ ചർച്ച നടക്കും. ഞാൻ ഈ ഓണാഘോഷത്തെക്കുറിച്ചുള്ള പരിപാടിക്ക് വരുമ്പോൾ ഞാൻ വിചാരിച്ചത് ഓണത്തെക്കുറിച്ച് നിങ്ങൾ കാര്യമായിട്ട് പറയുന്നു. നിങ്ങൾ ആ തുടക്കത്തിൽ തന്നെ വളരെ ഗംഭീരമായി. രണ്ടാമത്തെ പിന്നെ ഈ അവസാനിപ്പിക്കാൻ പോകുന്ന നേരത്ത് ഇപ്പം നിങ്ങൾ ഞങ്ങളെ മൂന്നാളെയും ഈ രാഷ്ട്രീയത്തിൻ്റെ കുരുക്കിലേക്ക് വലിച്ചെടുക്കുന്ന ഒരു സമർത്ഥമായ നീക്കം നിങ്ങൾ നടത്തുന്നത്. ഈ തിരുവോണം എന്ന് പറഞ്ഞ വലിയ പ്രതീക്ഷയുടെ കാലമാണല്ലോ. പ്രതീക്ഷയുടെ കാലം ഞങ്ങളെല്ലാവരും ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു സമത്വ സുന്ദരമായ സ്ഥിതി സമത്വ സമുദായം, ചൂഷണരഹിതമായിട്ടുള്ള ഒരു സമുദായം. എല്ലാവരും വളരെ തീർച്ചയായിട്ടും ഇന്നിപ്പോഴതല്ലല്ലോ. അതുകൊണ്ടാണ് അല്ല, പക്ഷേ എല്ലാ ഓണം വരുമ്പോഴും നമ്മുടെ ആളുകൾക്ക് ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുന്ന ഒരു ആഘോഷമാണ് ഓണാഘോഷം. നിങ്ങളുടെ സർക്കാരുകൾ വിടുന്നു, നമ്മളെപ്പോലത്തെ മനുഷ്യന്മാരല്ലേ നമ്മളോട് ഒരുമിച്ചിരിക്കുന്നത്. നമ്മളൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നേരെയാവാത്തൊന്നുമില്ലല്ലോ. ഈ സർക്കാരുകൾ ഇതിലൊരു ഭാഗം മാത്രമല്ല. ഇല്ലില്ല, വിട പറയൊന്നുമില്ല. രാഷ്ട്രീയത്തോട് വിട പറയും മുമ്പേ എന്നുള്ളൊരു സിനിമ കണ്ടിട്ടുണ്ട് ഞങ്ങൾ. അതിമനോഹരമായത് മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഇല്ല അത് നിങ്ങൾ അത് ചോദ്യം ചോദിക്കുന്ന സമയത്ത് നിങ്ങളുടെ നല്ല ഒരു ആസൂത്രിതമായിട്ടാണ് നിങ്ങൾ ഈ ഓണാഘോഷത്തിന് ഈ പരിപാടി ഒരുക്കിയിട്ട് ഞങ്ങളെ മൂന്നാളെ വിളിച്ച് വരുത്തിയെന്നറിയാം. അപ്പോൾ നിങ്ങളുടെ ആസൂത്രണ മികവിന് പ്രത്യേകമായിട്ടുള്ള ഒരു അഭിവാദനം അർപ്പിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഓണം ഇവിടെ വരികയാണ്. ഹൃദയവേദനയോട് കൂടിയിട്ടാണ് ഇത്തവണത്തെ ഓണം. നമ്മുടെ നാട്ടിലെ എല്ലാ ആളുകൾക്കും ഒരു സഹോദര നിർവിശേഷമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഞാൻ പറയാം, സഹോദര നിർവിശേഷമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും വിഭവസമൃദ്ധമായി ജീവിതം നയിക്കാനുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥ നമ്മുടെ ഉണ്ടാകണം. അതിന് ഉപകരിക്കുന്ന തരത്തിൽ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകണമെന്നാണ് എൻ്റെ. രാജ്യം അതിഗുരുതരമായ ഒരു വിപത്ത് നേരിട്ടുകൊണ്ടിരുന്ന ഒരു സന്ദർഭത്തിലാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അടിയന്തരാവസ്ഥാ പ്രഖ്യാപനത്തിൻ്റെ ആ ഘട്ടത്തിൽ SFIയുടെ SN കോളേജ് യൂണിറ്റ് സെക്രട്ടറി എന്നുള്ള നിലക്കാണ് എൻ്റെ രാഷ്ട്രീയ രംഗപ്രവേശം. ഈ ഇരുളടഞ്ഞ കാലത്ത് നിന്ന് വലിയ ത്യാഗം കൊണ്ട് മാത്രമേ മോചനം ഉണ്ടാവൂ എന്നുള്ള ചിന്തയിലാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നത്. തുടർന്നു എൻ്റെ അച്ഛനൊരു പഴയ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനും അതുകൊണ്ട് ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ച ഒരാളുമാണ്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ വളരെ മൗലികമായൊരു മാറ്റം നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ച് ഉണ്ടാവണം. അതിന് ഏത് മാർഗവും ഏത് പ്രസ്ഥാനവുമാണ് സ്വീകരിക്കപ്പെട്ടാൽ നന്നാവുക എന്നുള്ള ചിന്തയുടെ മേലെയാണ് ഞാൻ CPM-ൻ്റെ പ്രവർത്തകനാവുന്നത്. തീർച്ചയായും സാധാരണക്കാരുടെ മോചനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കാര്യങ്ങൾ അടുക്കുകയല്ല, അകലുകയാണ് എന്നുള്ള ഒരു നില ലോകത്താകെയുണ്ട്. സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുടെ തകർച്ച, അതുപോലെ മുതലാളിത്തത്തിൻ്റെ വലിയ നിലക്കുള്ള വികാസം, ചൂഷണത്തിൻ്റെ ശക്തിപ്പെടൽ, ഇന്നത്തെ ഇന്ത്യ ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങളെല്ലാം സ്വീകരിക്കുന്ന നിലപാടുകളെല്ലാം കുറേ കൂടി ശക്തവും ദീർഘവുമായ ഒരു പോരാട്ടം വഴി മാത്രമേ അത്തരം ഒരു കാലം നേടിയെടുക്കാനാവൂ എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ ഇപ്പം നിൽക്കുന്നത്. എന്നാൽ ഓണം നൽകുന്നൊരു മഹത്തായ സന്ദേശമുണ്ട്. അത് അവസര സമത്വത്തിൻ്റെ, എല്ലാവരെയും തുല്യമായി പരിഗണിക്കുന്നതിൻ്റെ, അതുപോലെ സമത്വസുന്ദരമായ ലോകത്തിൻ്റെ
ഏറ്റവും വലിയ സന്ദേശമാണ് ലോകത്തിന് ഓണം നൽകുന്നത്. തീർച്ചയായും പ്രതീക്ഷാനിർഭരമായി ഓണത്തിൻ്റെ സന്ദേശത്തെ ഉയർത്തിപ്പിടിച്ച് ഈ അടിസ്ഥാനപരമായ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ മറ്റെന്തെങ്കിലും പ്രതീക്ഷകളില്ലാതെ നിൽക്കാനാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ചുമതലയായി ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കടക്കാതെ, ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്ക് കടക്കാതെ സേഫ് സോണിലൂടെ ഒരു വളരെ അല്ലല്ല നിങ്ങൾ ഞങ്ങൾക്ക് എതിരെ ഒരു തന്ത്രം പ്രയോഗിച്ചപ്പോൾ മാഷ് വേറൊരു തന്ത്രം പ്രയോഗിച്ചു. ഇപ്പൊ ഇതിനകത്തൊരു ചോദ്യം നമ്മുടെ എന്താകാൻ എങ്ങനെ ഞാൻ ഇതിനകത്ത് പ്രകാശ് മാഷോട് വീണ്ടും ചോദിക്കേണ്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഞാനത് കവർ ചെയ്ത് വിട്ടത്. കാരണം എന്താണെന്ന് പ്രസന്റ് കണ്ടീഷൻ, ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, അത് ഇടതുപക്ഷത് മാഷോട് ശരിക്കും ചോദിക്കേണ്ട ചോദ്യമാണ്. ഇന്നത്തെ വെളിപ്പെടുത്തലുകളും ഭരണത്തിന്റെ പോക്കും ഒക്കെ കാണുമ്പോൾ രാഷ്ട്രീയത്തിന്റെ പോക്ക് എങ്ങോട്ട് എന്നൊരു ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റുമോ? താങ്കൾ ഇവിടെ കിട്ടിയിട്ട് ചോദിക്കാതെ പോയാൽ എന്ന് പറഞ്ഞാൽ അത്ര ഗുരുതരമായ ആരോപണങ്ങളാണ് നമ്മുടെ ജില്ലയിൽ പെടുന്ന നേതാക്കൾക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ളത്. അതും ഒരു MLA. കാരണം ഓണമായാലും രാഷ്ട്രീയം ഇല്ലാതെ എന്ത് മലയാളികൾ, ഓണമാണെങ്കിലും വിഷു ആണെങ്കിലും ക്രിസ്മസ് ആയാലും നമുക്ക് രാഷ്ട്രീയം. രാഷ്ട്രീയത്തിൽ നിന്ന് നന്മകൾ ഉയർത്തിയെടുത്തൊരു നാടിൻ്റെ പേരാണ് കേരളം. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത ഉദാത്തമായ മാനവികതയുടെ ഒരുപാട് നിദർശനങ്ങൾ ഈ കേരളത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഇന്നത്തെ വെളിപ്പെടുത്തലുകളൊക്കെ അങ്ങനെയാണ്. അതിന് രണ്ട് വശമുണ്ട്. കള്ളക്കടത്ത്, ആളെക്കൊല്ലൽ, ഇതൊക്കെയാണ് ഒരു ADGPക്കെതിരെ വന്നിരിക്കുന്നത്. ADGP ആളെ കൊല്ലുന്നു. അതെ, അതിൽ അന്യായമായ കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും ന്യായീകരിക്കേണ്ട കാര്യം ഞങ്ങളെ സംബന്ധിച്ചില്ല. അന്യായങ്ങൾ അന്യായമാണ്. അന്യായങ്ങൾ അന്യായമായി കണ്ടുകൊണ്ട് തന്നെ അത് ആരിൽ നിന്നുണ്ടായാലും അതിനെ കൈകാര്യം ചെയ്യണം എന്നുള്ള അഭിപ്രായമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇതിൽ നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയവും അതുപോലെ തന്നെ അത് കൈകാര്യം ചെയ്യപ്പെടുന്ന രീതിയും യഥാർത്ഥത്തിൽ ധാരാളം ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ ഉൾപ്പെടെ. അത് തീർച്ചയായിട്ടും ഇന്നത്തെ സമൂഹം അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. എങ്ങനെയാണ് കേരളത്തിൻ്റെ ഈ ഉദാത്തമായ മാനവികതയും ഉന്നതമായ രാഷ്ട്രീയ മൂല്യവും നമുക്ക് സംരക്ഷിച്ചെടുക്കാനാവുക? ഞാൻ വിചാരിക്കുന്നത് അതിൽ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടേതായ ഉത്തരവാദിത്വം പങ്കുവഹിക്കാനുണ്ട്. ആ പങ്കുവഹിക്കാൻ പാകത്തിൽ രാഷ്ട്രീയ നേതൃത്വം ഉയർന്നു വരിക, ഈ വെല്ലുവിളികൾ നേരിടാനുള്ള കരുത്തവർ കാണിക്കുക, ഇത് പ്രധാനപ്പെട്ടതാണ്. ഇതാണ് പാർട്ടി ക്ലാസുകളിൽ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കുന്ന പ്രകാശം മാഷ് അത് വളരെ കൃത്യമായിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് നമുക്ക് തന്നു കഴിഞ്ഞു. ഒന്നും വിട്ടു പറയില്ല. പ്രകാശം മാഷ് എത്ര പൊതിഞ്ഞു വെച്ചാലും കേരള സമൂഹം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം വളരെ ഇത് കേരളം തന്നെയാണോ എന്ന് മാഷ് പറയുന്നത് കേരളത്തെക്കുറിച്ച് കേരളം തന്നെയാണോ ഇത് എന്ന് ഇന്നത്തെ മീഡിയയിൽ വന്ന വാർത്തകൾ കൂടി ആവുമ്പോൾ അതൊരു ഓണക്കാല ചർച്ചയിൽ തന്നെ അതും വരും. മാഷേ, നമുക്ക് മാറ്റി നിർത്താൻ മാറ്റിന്റെ ഒരു പ്രതീക്ഷ എന്താണ്? രാഷ്ട്രീയത്തിൽ എന്റെ പ്രതീക്ഷ നല്ല പ്രതീക്ഷയാണ്. കാരണം ഞാൻ KSUയിലൂടെ കടന്നു വന്നതാണ്. കോളേജ് സ്കൂൾ യൂണിറ്റ് പ്രസിഡന്റായി, കോളേജുകളിൽ 5 വർഷം ഡിഗ്രിക്ക് പ്രസിഡന്റായി. ചെറുപ്പമല്ല, പ്രായമൊക്കെ ഉണ്ട്. പ്രായം വെളിപ്പെടുത്ത ഞാനാകാവുന്നത് ഈ പ്രായത്തിന്റെ ഇടയിൽ എനിക്ക് ആകാൻ പറ്റുന്ന യുവജനക്ഷേമ ബോർഡിന്റെ ചെയർമാനായി, ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസിന്റെ ചെയർമാൻ, അങ്ങനെ ആകാൻ പറ്റുന്ന പാർട്ടിയെല്ലാം. അതിനകത്തൊരു പവർ ഗ്രൂപ്പ് ഒന്നും വന്നിട്ടില്ല. ഞാൻ ഒരു പവർ ഗ്രൂപ്പിന്റെ കൂടെ പോയിട്ടില്ല, പവർ ഗ്രൂപ്പ് പോയിട്ടില്ലതാണ്. അപ്പോൾ പാർട്ടി തരേണ്ടതായ അംഗീകാരങ്ങൾ തന്നു വന്നിട്ടുണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആകാൻ പറ്റുന്ന ഒരു പോസ്റ്റിന്റെ പരമാവധി ഒരു 60% എന്ന നിലയിൽ ആകാൻ പറ്റുന്ന ഒരു പരമാവധി കിട്ടേണ്ട ഒരു പോസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി പാർട്ടിയാണല്ലോ പാർട്ടി എന്ത് പറഞ്ഞാലും അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സമീപനമാണ്. നമ്മൾ വയനാട് തുടങ്ങി സിനിമയിലൂടെ വന്ന് അല്പം രാഷ്ട്രീയത്തിലൊന്ന് കടക്കാൻ ശ്രമിച്ചു. പക്ഷേ നേതാക്കൾ ഒരു ഇഞ്ചിന് വിട്ടിട്ടില്ല. അപ്പോൾ അത് അവിടെ തന്നെ വളരെ കൃത്യമായിട്ട് നമുക്ക് നിർത്തേണ്ടി വന്നു. വളരെ നല്ല പ്രതീക്ഷയോടുകൂടിയാണ് 3 ലീഡേഴ്സും നമ്മോട് സംബന്ധിച്ചിട്ടുള്ളത്. കൃത്യമായ ധാരണ അവർക്ക് സമൂഹത്തെക്കുറിച്ചുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു കയ്യൊപ്പ്. അത് ഇന്നലെ കഴിഞ്ഞ ദിവസം വിരമിച്ച നമ്മുടെ ചീഫ് സെക്രട്ടറി വേണു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ടൊരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്, IPSകാരും IASകാരും ചുമതലയേൽക്കുമ്പോൾ അവർ രാഷ്ട്രീയക്കാരെ കുറിച്ച് കരുതുക ഒരു വിവരവും ഇല്ലാത്തവരെന്നാണ്. എന്നാൽ അവർ പരിശീലനം കിട്ടി പുതിയ പോസ്റ്റിലേക്ക് ചെല്ലുമ്പോൾ രാഷ്ട്രീയക്കാർ പറയുന്ന പദ്ധതികളും അവരുടെ ആസൂത്രണവും കാണുമ്പോൾ അവർ മനസ്സിലാക്കും നമ്മളെക്കാൾ എത്ര ഉയർന്ന ചിന്തയുള്ളവരാണ് രാഷ്ട്രീയ പ്രവർത്തകർ എന്നവർക്ക് ബോധ്യപ്പെടും എന്ന് ദീർഘകാലം ചീഫ് സെക്രട്ടറി ആയിരുന്ന നല്ല എഴുത്തുകാരനായ നല്ല സാമൂഹ്യ ബോധമുള്ള വേണുവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും പങ്കുവെക്കുകയുണ്ടായി. നമ്മുടെ നാടിൻ്റെ നിലനിൽപ്പ് തന്നെ എന്തിനേയും ചോദ്യം ചെയ്യാനുള്ള കരുത്തുള്ള രാഷ്ട്രീയ നേതൃത്വം തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ തുറന്ന് സംസാരിക്കുന്നത്. നമ്മളെ അസറ്റാണ്.
പ്രാഷ്ണാഷും അതുപോലെ ഇദ്ദേഹവും ഒക്കെ പറഞ്ഞതുപോലെ ഇതാണ് നമ്മുടെ കരുത്ത്. രാഷ്ട്രീയ പൊതുപ്രവർത്തകർ നല്ല ഓണ ചിന്തകളാണ് ഇവരോട് പങ്കുവച്ചത് എന്ന് തന്നെ ഞാൻ കരുതുന്നത്. പ്രേക്ഷകർക്കും ഇതൊരു അനുഭവമാകട്ടെ. വളരെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി നൽകിയ 3 നേതാക്കൾക്കും നേർരേഖയുടെ നന്ദി. നമസ്കാരം. നമസ്കാരം.